ടാസ്ക് HBO പുതിയ അമേരിക്കൻ മിനി സീരീസ് ആണിത്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രാഡ് ഇംഗൽസ്ബി ആണ്. ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആയിട്ടുള്ള മാർക്ക് റഫല്ലോ, ടോം പെൽഫ്രി, അമീലിയ ജോൺസ് തുടങ്ങിയ പ്രധാന വേഷങ്ങൾ വന്ന ഈ ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. കവർച്ചക്കാരായിട്ടുള്ള ഒരു സംഘത്തെ പിടിക്കാൻ വേണ്ടി രൂപം കൊണ്ട ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ കഥയാണിത്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച സീരീസുകളിൽ ഒന്നാണ് ഇത് എന്ന് ഞാൻ പറയും. സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുള്ള ഇമോഷണലി വല്ലാതെ കണക്ട് ചെയ്യുന്ന ഒരു ഗംഭീര ക്രൈം ഡ്രാമയാണിത്. ഈ മേയർ ഓഫ് ഈസ്റ്റ് ടൗൺ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഒരു സീരീസ് ഒക്കെ നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂഡ് തരുന്ന ഒരു സീരീസ് ആണിത്. ഇതിന്റെ മെയിൻ പോസിറ്റീവ്സുകൾ പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള വിഷ്വൽസ്, മികച്ച പെർഫോമൻസുകൾ, നന്നായിട്ട് എഴുതിയിട്ടുള്ള ക്യാരക്ടേഴ്സ്, മൊത്തം ഈ സീരീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മൂഡ് ഉണ്ട്. ഇതെല്ലാം ഇതിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണെന്ന് പറയാം. വളരെ സ്ലോ പേസിൽ തുടങ്ങി ഇന്റൻസ് ആകുന്ന ഒരു ക്രൈം ഡ്രാമയാണിത്. തുടങ്ങി ഒരു അല്പനേരം കഴിഞ്ഞിട്ട് ഇത് വളരെ നല്ല സ്ലോ ആണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒന്നാമത്തെ എപ്പിസോഡിന്റെ അവസാനം ഒരു കിടു സീനുണ്ട്. പിന്നെ കഥ നമ്മളെ അങ്ങോട്ട് പിടിച്ചിരുത്തും. ക്യാരക്ടേഴ്സിനോട് തോന്നുന്ന ഒരു ഇഷ്ടം കൊണ്ട് ഒരു ശക്തമായ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ സീരീസിനോടും നമുക്ക് തോന്നും. എന്ത് നല്ല കഥാപാത്രങ്ങളാണെന്ന് അറിയോ? എത്ര ഭംഗിയായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനും ഇവർ എഴുതിയേക്കുന്നത്. റോബി, ടോം, മീവ്, ലിസി, പിന്നെ ഇതിലെ പിള്ളേര് എല്ലാവരും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന കഥാപാത്രങ്ങളാണ്. ഇതിലെ കുട്ടികളെ കുറിച്ച് ഓർത്ത് എനിക്ക് ഒരുപാട് സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നി. പാവം പിടിച്ച കുഞ്ഞുങ്ങൾ. കണ്ടിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും ഈ സീരീസിനുണ്ട്. സോ പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയാവുന്ന സീരീസുകളിൽ ഒന്നായിരിക്കും ടാസ്ക്. അഭിനയിച്ച എല്ലാവരുടെയും അത്യുഗ്രം പെർഫോമൻസും സീരീസിന്റെ പോസിറ്റീവ് ആണ്. FBI ഏജന്റ് ആയിട്ടുള്ള ടോം ബ്രാൻഡിസ് ആയിട്ടാണ് മാർക്ക് റഫല്ലോ വരുന്നത്. ബ്രില്യന്റ് ആക്ടിംഗ് ആണ്. പുള്ളിയുടെ ഒരു പതിവ് ശൈലിയിൽ വളരെ സട്ടിൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നൽകിക്കൊണ്ട് പിന്നെ ഈ പ്രായത്തിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത്. പുള്ളിയുടെ വൺ ഓഫ് ദ കരിയർ ബേസ്റ്റ് എന്ന് പറയാവുന്ന ഒരു പെർഫോമൻസ് കൂടിയാണ് ഇതിലുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ റോബി ആയിട്ട് വന്നിട്ടുള്ള ടോം പെൽഫ്രി കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഇതിന്റെ ഒരു ഷോ സ്റ്റീലർ എന്നൊക്കെ പറയാവുന്ന ഒരു കഥാപാത്രമാണ്. കഥയിൽ അങ്ങനെ ഇത് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് പുള്ളിയുടെ പെർഫോമൻസും ആ ഒരു ക്യാരക്ടറും നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് മെയിൻ കഥാപാത്രങ്ങളും അവരുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഓരോന്നും. ഇവരുടെ രണ്ടുപേരുടെ കഥകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് സീരീസ് അതിന്റെ മികവിലെത്തുന്നതെന്നും പറയാം. സോ രണ്ട് സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇത് രണ്ടും. അതുപോലെ തന്നെ മീവായിട്ട് വന്ന അമീലിയ ജോൺസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. വളരെ ഭംഗിയായിട്ടാണ് പുള്ളിക്കാരി റോൾ ചെയ്തിട്ടുള്ളതും. പിന്നെ ആന്റണി ഗ്രാസോ ആയിട്ട് വന്ന ഫേബിയൻ ഫ്രാങ്കൽ, ആലിയ ആയിട്ട് വന്ന ധൂസോ, അങ്ങനെ അഭിനയിച്ച എല്ലാവരുടെയും നല്ല കിടിലം പെർഫോമൻസുകൾ സീരീസിലുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ കുട്ടികൾ, സാം എന്ന് പറയുന്ന ഒരു പയ്യൻ ക്യാരക്ടറായിട്ട് വന്ന ബെൻ ഡോഹർത്തിയുടെ ഒക്കെ പ്രകടനം എടുത്ത് തന്നെ പറയണം. എല്ലാ പിള്ളേരുടെ അതുപോലെയാണ് കേട്ടോ. പിന്നെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ കിടിലൻ ക്യാമറ, ലൊക്കേഷൻ, മൊത്തത്തിൽ ഇതിന്റെ വിഷ്വലുകൾക്ക് ഒരു അപാര ഭംഗിയാണ്. അതാണ് ഇത് കണ്ടു തീർക്കാനായിട്ട് പ്രേരിപ്പിച്ച മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയാം. കിടിലൻ ക്യാമറ, എഡിറ്റിംഗ് ഒക്കെയാണ് ഇതിനുള്ളത്. കളർ ടോണും ഗംഭീരമാണ്. ചില ആക്ഷൻ അതുപോലെ ഷൂട്ട് ഔട്ട് രംഗങ്ങളൊക്കെ വളരെ ഇന്റൻസ് ആയിട്ട് തന്നെ കിടുവായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലെ കാട്ടിനകത്തെ ചില സീൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനും പ്രത്യേക പരാമർശം തന്നെ അർഹിക്കുന്നുണ്ട്. തുടക്കത്തിൽ ചെറിയൊരു മുഷിപ്പ് തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഥയിലേക്ക് ഒന്ന് ഇന്നാകാനായിട്ട് ഒരു അല്പം ടൈം നിങ്ങൾക്ക് എടുക്കും. പക്ഷെ നിങ്ങൾ ആ കഥാപാത്രങ്ങളിലേക്കും കഥയിലേക്കും ഒക്കെ ഒന്ന് ഇൻവെസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാവില്ല എന്ന് പറയാം. സോ ഇതൊരു കംപ്ലീറ്റ് സ്ലോ ബേൺ ത്രില്ലർ അല്ലെങ്കിൽ ക്രൈം ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിന്റെ ഒരു പേസ് അത്രയ്ക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എല്ലാം വളരെ ഫാസ്റ്റിൽ പറഞ്ഞു പോകണം എന്ന് കരുതുന്ന ഫാസ്റ്റ് ആക്ഷൻ ത്രില്ലർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് പ്രതീക്ഷിച്ചു പോയാൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ലോ ബേൺ ടൈപ്പിലുള്ള കഥകൾ. പിന്നെ ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ഭയങ്കര പുതുമയുള്ള കഥയൊന്നുമല്ല. നമ്മൾ പലതവണ ഇത്തരത്തിലുള്ള ക്രൈം ഡ്രാമാസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സ്ഥിരം പോലീസ് കഥാപാത്രങ്ങൾക്ക് ഇത്തരം ക്രൈം സിനിമകളിലൊക്കെ കാണുന്ന പോലെ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു മോശമായിട്ടുള്ള ഒരു പാസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രോമയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ക്ലീഷയാണെന്ന് പറയാം. പക്ഷെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എഴുതിയിരിക്കുന്നത് കൊണ്ടും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകളും ഒപ്പം കഥയുടെ തീവ്രത ഇതെല്ലാം കൊണ്ട് ഇത്തരത്തിലുള്ള പോരായ്മകളെ എല്ലാം നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കാത്ത വിധം മാറ്റി നിർത്തുന്നുമുണ്ട് സീരീസ്. സോ മൊത്തത്തിൽ ഒരു മികച്ച മനോഹരമായിട്ടുള്ള ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ടാസ്ക്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആണിത്. നിങ്ങൾ സ്ലോ ബേണിംഗ് ആയിട്ടുള്ള ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ക്രൈം ത്രില്ലർ ഡ്രാമ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സീരീസ് മിസ്സാക്കണ്ട. ഇത് നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും. 7 എപ്പിസോഡുകളാണ് സീരീസിനുള്ളത്. ഓരോന്നും 1 മണിക്കൂറിനടുത്ത് ലെങ്തും ഉണ്ട്. ഒറിജിനൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. മലയാളം, തമിഴ്, ഹിന്ദി അങ്ങനെ ഇന്ത്യൻ ഭാഷകളൊന്നും ഡബിംഗ് ഒന്നുമില്ല. 18+ ആണ്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.